4 semester BSc degree examination April 2022 കോംപ്ലിമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പർ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോളിലെ എസ്എ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിലത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ. ഒബ്റ്റെയിൻ ദ MLEs ഓഫ് മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എ നോർമൽ പോപ്പുലേഷൻ based on a sample of size n taken from that population. Also verify whether these MLEs are unbiased for the respective parameters. The estimator obtained by the method of maximum likelihood is called maximum likelihood estimator. Maximum likelihood estimator is an estimator computed from a random sample for which the likelihood of the sample is maximum. That is, we have to use the sample x1, x2, etc. xn to estimate the unknown population parameter theta if the likelihood function L of x1, x2, etc. xn theta is maximum. അതായത് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞാൽ ദ എസ്റ്റിമേറ്റർ ഫോർ വിച്ച് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഇസ് മാക്സിമം. അപ്പോൾ നമ്മൾ ഏത് സാമ്പിളാണോ എടുക്കുന്നത്, ഇപ്പോൾ x1, x2, etc. xn എന്ന് പറഞ്ഞ സാമ്പിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ തീറ്റ എന്ന് പറഞ്ഞ ഒരു പാരാമീറ്ററിനെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ഇഫ് ഇറ്റ്സ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഇസ് മാക്സിമം. അപ്പോൾ നമുക്ക് നോക്കാം എപ്പോഴാണ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ മാക്സിമം ആവുന്നത്. അപ്പോൾ എൽ മാക്സിമം ആവണമെങ്കിൽ ഫോർ എൽ ടു ബി മാക്സിമം the first derivative of L with respect to theta, that is dou L by dou theta is equal to 0, and the second derivative dou square L by dou theta square is less than 0. L is maximum means log L is maximum, which means dou log L by dou theta is equal to 0 and dou square log L by dou theta square is less than 0. അപ്പോൾ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ലോഗലിനെ മാക്സിമം ആക്കലാണ്. അപ്പോൾ ഡോ ലോഗൽ ബൈ ഡോ തീറ്റേനെ നമ്മൾ ഈ 0ന് ഇക്വേറ്റ് ചെയ്യും. ആൻഡ് ഡോ സ്ക്വയർ ലോഗൽ ബൈ ഡോ തീറ്റ സ്ക്വയർ ഷുഡ് ബി നെഗറ്റീവ്, ലെസ് ദാൻ 0 ആയിരിക്കണം. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടാൻ പോകുന്നത്? ഒരു മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ കിട്ടാൻ പോകുന്നത്. ഈ കണ്ടുപിടിക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ അടുത്ത പാർട്ട് എന്താ നോക്കാം. അടുത്ത പാർട്ടിൽ ഒബ്റ്റെയിൻ ദ MLEs ഓഫ് മീൻ ആൻഡ് വേരിയൻസ് ഓഫ് നോർമൽ പോപ്പുലേഷൻ ബേസ്ഡ് ഓൺ ദ സാമ്പിൾ ഓഫ് സൈസ് n ടേക്കൺ ഫ്രം ദാറ്റ് പോപ്പുലേഷൻ ആൻഡ് ഓൾസോ വെരിഫൈ വെദർ ദീസ് MLEs ആർ അൺബയസ്ഡ് ഫോർ ദി റെസ്പെക്റ്റീവ് പാരാമീറ്റേഴ്സ്. അപ്പോൾ നമ്മൾ നോർമൽ പോപ്പുലേഷൻ്റെ ഉള്ളിൽ നിന്ന് സാമ്പിളുകൾ എടുത്തിരിക്കുകയാണ്. അതിൽ നമുക്ക് മ്യൂവിനും വേരിയൻസിന് സിഗ്മ സ്ക്വയറിനുള്ള അൺബയസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് കണ്ടുപിടിക്കാൻ പോകും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു കാര്യം, നമ്മുടെ പോപ്പുലേഷൻ ഇസ് നോർമൽ. സോ ദ PDF ഓഫ് ദ പോപ്പുലേഷൻ ഇസ് ഗിവൺ ബൈ f ഓഫ് x മ്യൂ സിഗ്മ എന്ന് എഴുതാം, ഒരു പാരാമീറ്റേഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ സിഗ്മ റൂട്ട് ഓഫ് 2π e റേസ് ടു മൈനസ് ഓഫ് x മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 സിഗ്മ സ്ക്വയർ ആണ്. ആൻഡ് മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി, പിന്നെ മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ മ്യൂ ലെസ് ദാൻ ഇൻഫിനിറ്റി ആൻഡ് സിഗ്മ ഇസ് ഗ്രേറ്റർ ദാൻ 0. ഇതാണ് നമ്മുടെ പോപ്പുലേഷൻ്റെ PDF, നോർമൽ പോപ്പുലേഷൻ്റെ PDF. ഈ പോപ്പുലേഷൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മളൊരു റാൻഡം സാമ്പിളാണ് എടുക്കാൻ പോകുന്നത്. We are going to take a random sample from this normal population. ഇതിനെ നമ്മൾ x1, x2, etc. xn is a random sample of size n taken from this normal population. ഒരു റാൻഡം സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം സാമ്പിളുള്ള ഓരോ ഒബ്സർവേഷനും ആ പാരൻറ്റ് പോപ്പുലേഷൻ്റെ അതേ ഡിസ്ട്രിബ്യൂഷൻ തന്നെയായിരിക്കും ഫോളോ ചെയ്യും. അപ്പോൾ പാരൻറ്റ് പോപ്പുലേഷൻ ഇസ് നോർമൽ വിത്ത് പാരാമീറ്റർ മ്യൂ ആൻഡ് സിഗ്മ മീൻസ് x1, x2, etc. xn all follows a normal distribution with parameters mu and sigma. അപ്പോൾ നമുക്ക് എഴുതാം x1ൻ്റെ PDF f x1 mu comma sigma is equal to 1 by sigma root of 2π e raised to minus of x1 minus mu the whole square by 2 sigma square. Similarly നമുക്ക് അടുത്തത്, അതായത് f of x2ൻ്റെ PDF നോക്കാം. f of x2 mu sigma is equal to 1 by sigma root of 2π e raised to minus of x2 minus mu the whole square by 2 sigma square. അങ്ങനെ f of xn
മ്യൂ കോമ സിഗ്മ. അതും എന്തായിരിക്കും 1/σ റൂട്ട് ഓഫ് 2π ഇ റേസ് ടു മൈനസ് ഓഫ് xn മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ 2σ². അപ്പോൾ ഓരോരുത്തരുടെയും ഓരോ സാമ്പിൾ ഒബ്സർവേഷൻ്റെയും PDF-കൾ നമുക്കറിയാം. ഇത് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ലൈക്ലിഹുഡ് ഫംഗ്ഷനാണ്. നൗ ദ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ L, അതായത് L ഓഫ് x1 x2 എക്സെട്ര xn മ്യൂ കോമ സിഗ്മ, അല്ലെങ്കിൽ നമുക്ക് വെറും L എന്ന് പറയും. ഈ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ L ക്യാൻ ബി റിട്ടൺ ആസ് L എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് ദി PDFs. അപ്പോൾ എഫ് ഓഫ് x1 മ്യൂ കോമ സിഗ്മ ഇൻറ്റു എഫ് ഓഫ് x2 മ്യൂ കോമ സിഗ്മ എക്സെട്ര എഫ് ഓഫ് xn മ്യൂ കോമ സിഗ്മ. ഇതാണ് നമ്മുടെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഓഫ് ദി സാമ്പിളായിട്ട് കിട്ടുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു 1/σ റൂട്ട് ഓഫ് 2π ഇ റേസ് ടു മൈനസ് ഓഫ് x1 മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ 2σ². അങ്ങനെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് ലാസ്റ്റ് ടേം ഇസ് 1/σ റൂട്ട് ഓഫ് 2π ഇ റേസ് ടു മൈനസ് ഓഫ് xn മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ 2σ². ദറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഇവിടെയുള്ള ടേമുകളൊക്കെ നമുക്ക് ഒരേപോലത്തെ ടേമുകളൊക്കെ നോക്കാം. 1/σ റൂട്ട് ഓഫ് 2π എല്ലാ ടേമുകളിലും ഉണ്ട്. അത് നമ്മൾ n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ദർ ക്യാൻ ബി റിട്ടൺ ആസ് 1/σ റൂട്ട് ഓഫ് 2π ഹോൾ റേസ് ടു n എഴുതാം. ഇനി ഇയുടെ പവറിൽ വരുന്ന ടേമുകൾ ഇയുടെ പവറിലാണ് മൈനസ് ഓഫ് ഇവിടെ x1 മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ 2σ². ഇനി അടുത്ത ടേമിൽ x2 മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ 2σ² വന്നിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് ടേമിൽ മൈനസ് ഓഫ് xn മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ 2σ². അപ്പോൾ ഇവരൊക്കെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇ റേസ് ടു, ഇവരുടെ എല്ലാം സമ്മ് നമുക്ക് എടുക്കാം. ഓർ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 1/2 മൈനസ് ഓഫ് 1/2σ² എല്ലാത്തിലും ഉണ്ട്. അതിനെ പുറത്തേക്ക് എടുക്കാം. ബാക്കി വരുന്നത് സമ്മേഷൻ i is equal to 1 to n xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ. ഇവരുടെ എല്ലാം സമ്മാണ്. x1 മുതൽ xn വരെയുള്ള ടേമുകളുടെ സമ്മാണ് x1 xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മളെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എല്ലാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ലോഗൽ വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊരു കാര്യം കൂടി ചെയ്യാം. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് സിഗ്മ റേസ് ടു, സിഗ്മ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം. സിഗ്മ റേസ് ടു മൈനസ് n ഇവിടെ കൊടുക്കാം അല്ലേ. ഇനി 1/σ റൂട്ട് ഓഫ് 2π ഹോൾ റേസ് ടു n ഓക്കെയാണ്, അത് ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. പിന്നെ ഇ റേസ് ടു മൈനസ് 1/2σ² സമ്മേഷൻ i is equal to 1 to n xi minus mu the whole square, or this can be written as this is equal to, ഞാൻ സിഗ്മ റേസ് ടു മൈനസ് എന്നിനെ നമുക്ക് σ² റേസ് ടു മൈനസ് n/2 എന്ന് എഴുതാം. ഇത് σ² ടേമിൽ എഴുതുന്നു എന്നേ ഉള്ളൂ. ദിസ് ഇസ് കോൺസ്റ്റൻറ്റ് 1/√2π ഹോൾ റേസ് ടു n. Then we have e raised to minus of 1/2σ² summation I is equal to 1 to n xi minus mu the whole square. ഇതാണ് നമുക്ക് L കിട്ടിയിരിക്കുന്നത്. നമുക്ക് വേണ്ടത് log L ആണ്. അപ്പോൾ what is log L? log L is equal to logarithm of ഈ ടേമുകളെല്ലാം അല്ലേ. ഇപ്പോൾ ലോഗരിതം ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഓരോന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. അപ്പോൾ ആദ്യം ഞാൻ ലോഗരിതം ഓഫ് എ കോൺസ്റ്റൻറ്റ് എഴുതുന്നു എന്നുള്ളത്. ദിസ് ഇസ് ലോഗരിതം ഓഫ് 1/√2π ഹോൾ റേസ് ടു n പ്ലസ് അടുത്ത ടേം ഈ ടേമിൻ്റെ ലോഗരിതം അല്ലേ. അപ്പം ലോഗരിതം ഓഫ് σ² റേസ് ടു മൈനസ് n/2 പ്ലസ് ലോഗരിതം എടുക്കുമ്പോൾ ഈ മൾട്ടിപ്ലൈ ചെയ്തതിനൊക്കെ പ്ലസ് ആക്കിയിട്ട് എഴുതാം അല്ലേ. ഓർ ലോഗരിതം ഓഫ് അടുത്തത് പ്ലസ് ലോഗരിതം ഓഫ് ഇ റേസ് ടു മൈനസ് 1/2σ² സമ്മേഷൻ I is equal to 1 to n xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ. നമ്മുടെ ഇവിടെ ലോഗരിതം ടു ദ ബേസ് ഇ നാച്ചുറൽ ലോഗരിതംസ് ആണ് എടുക്കുന്നത്. അപ്പം ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ്, നമുക്ക് ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്താം. ഇതിൻ്റെ പവറിനെയൊക്കെ താഴേക്ക് എടുത്തിട്ട് എഴുതാം. അതായത് ഞാൻ എഴുതാൻ പോകുന്നത് log L is equal to ലോഗരിതം ഓഫ്, ഇവിടെ ഞാൻ മാറ്റുന്നില്ല, ഇത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇതിന് വലിയ മാറ്റം വരുന്നില്ല, അതേപോലെ തന്നെ എഴുതുന്നു. പ്ലസ് ഇവിടെ മൈനസ് n/2നെ താഴേക്ക് കൊണ്ടുവരുന്നു. മൈനസ് n/2 ലോഗരിതം ഓഫ് σ² പ്ലസ് ഇതൊക്കെ ബേസ് ഇ ആണ്.
പ്ലസ് ഇവിടെ -1/2 സിഗ്മ സ്ക്വയർ സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ. ഈ പവറിനെ നേരെ താഴെ കൊണ്ടെഴുതി. അപ്പോൾ ബാക്കി എന്താ വരുന്നത്? log e to the base e. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു കാര്യം log e to the base e എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഈ ടേമിൽ ആരും മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ? -1/2 സിഗ്മ സ്ക്വയർ സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് ലോഗലിന് ശരിക്കും എഴുതാം. therefore what is logl? logl is equal to, ആദ്യം നമുക്കുണ്ട് ലോഗരിതം ഓഫ് 1/√2 pi whole raised to n, which is a constant term. Then we have -n/2 log sigma square. We have -n/2 log sigma square ഉണ്ട്. Then we have -1/2 sigma square summation I is equal to 1 to n xi minus mu the whole square. ഇതാണ് നമ്മളുടെ ലോഗൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ലോഗൽ കിട്ടി. ഇനി നമ്മൾ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റേഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. മ്യൂവിനുള്ളതും സിഗ്മ സ്ക്വയറിനുള്ളതുമാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് MLE ഫോർ മ്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ MLE ഫോർ മ്യൂ ഇതാണ് നമ്മളിനി കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം MLE ഫോർ മ്യൂ കാണണമെങ്കിൽ ലോഗലിനെ വിത്ത് റെസ്പെക്ട് ടു മ്യൂ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു മ്യൂ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഡോ ലോഗൽ ബൈ ഡോ മ്യൂ. വിത്ത് റെസ്പെക്ട് ടു മ്യൂ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇതിലത്തെ ആദ്യത്തെ ടേം നോക്കുക. ദാറ്റ്സ് എ കോൺസ്റ്റൻറ്റ് ടേം വിച്ച് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മ്യൂ. ദെർഫോർ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടി. മൈനസ് അടുത്ത ടേം മ്യൂ ഇല്ലാത്ത ടേമാണ് അല്ലേ? നമ്മൾ വിത്ത് റെസ്പെക്ട് ടു മ്യൂ ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണത്. അപ്പോൾ അതും 0. ആൻഡ് തേർഡ് ടേം മ്യൂ ഉള്ള ടേമാണ്. അത് xi മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് -1/2 സിഗ്മ സ്ക്വയർ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഇതിനെന്ത് ചെയ്യാം? xi മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ എന്നുള്ളതിന് 2 ടൈംസ് സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n xi മൈനസ് മ്യൂ എന്നെഴുതി. പിന്നെ മൈനസ് മ്യൂ ആണുള്ളത്, അതുകൊണ്ട് ഇൻറ്റു -1 എന്ന് കിട്ടും. അതായത് നമുക്ക് കിട്ടുന്നത് ഡോ ലോഗൽ ബൈ ഡോ മ്യൂ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇപ്പോൾ ഇവിടെ നോക്കുമ്പം ഒരു ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട് അല്ലേ? അപ്പോൾ അത് രണ്ടും ക്യാൻസലായി പോയിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള ഈ മൈനസും ഈ -1 കൂടി ആകുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ദിസ് ഈസ് ഈക്വൽ ടു പ്ലസ് സമ്മേഷൻ 1/sigma സ്ക്വയർ ഇവിടെയുണ്ട്. ആൻഡ് വി ഹാവ് സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n xi മൈനസ് മ്യൂ. ഇതാണ് നമുക്ക് കിട്ടുന്നത് ഡോ ലോഗൽ ബൈ ഡോ മ്യൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡോ ലോഗൽ ബൈ ഡോ മ്യൂ ഇസ് ഈക്വൽ ടു 0. അതിനെ 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യാണ്. അങ്ങനെയാണ് നമ്മൾ MLE കിട്ടാൻ പോകുന്നത്. അപ്പം ദാറ്റ് ഈസ് 1/sigma സ്ക്വയർ സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n xi മൈനസ് മ്യൂ ഇസ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ കൊടുത്തു അല്ലേ? വിച്ച് മീൻസ് ഈ സിഗ്മ സ്ക്വയറിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ അത് 0. അപ്പോൾ നമുക്കുള്ളത് സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n xi മൈനസ് മ്യൂ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. നമ്മൾ ബ്രാക്കറ്റ് മാറ്റുകയാണ്. അതായത് സമ്മേഷൻ രണ്ട് ടേംസിനും കൊടുക്കുന്നു. സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n xi മൈനസ് സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n മ്യൂ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓർ വി ക്യാൻ റൈറ്റ് സമ്മേഷൻ ഐ ഇസ് ഈക്വൽ ടു 1 to n xi മൈനസ് മ്യൂ ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? ആ കോൺസ്റ്റൻറ്റിന് 1 to n വരെ n ടൈംസ് നമ്മൾ ആഡ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് n മ്യൂ എന്ന് കിട്ടും. അപ്പം സമ്മേഷൻ xi മൈനസ് n മ്യൂ ഇസ് ഈക്വൽ ടു 0. ഓർ വി ക്യാൻ റൈറ്റ് n മ്യൂ ഇസ് ഈക്വൽ ടു സമ്മേഷൻ xi I running from 1 to n, or mu is equal to summation xi divided by n. I is equal to 1 to n എന്ന് കിട്ടി. What is summation xi by n? That is our x bar അല്ലേ? അപ്പം mu is equal to x bar, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? mu cap, മ്യൂവിൻ്റെ MLE ആണല്ലോ, എസ്റ്റിമേറ്റർ ആണല്ലോ, എസ്റ്റിമേറ്റർ ആണ്. mu cap is equal to x bar എന്ന് നമുക്ക് പറയാം. Therefore MLE of mu is x bar. ലോഗൽ ഇസ് ഈക്വൽ ടു ലോഗരിതം ഓഫ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ലോഗരിതം ഓഫ് 1/√2 pi ഹോൾ റേസ് ടു n
മൈനസ് n by 2 ഇൻറ്റു log സിഗ്മ സ്ക്വയർ മൈനസ് 1 by 2 സിഗ്മ സ്ക്വയർ സമ്മേഷൻ I is equal to 1 to n xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണ് ലോഗൽ കിട്ടിയിരിക്കുന്നത്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് MLE ഫോർ സിഗ്മ സ്ക്വയർ ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ MLE ഫോർ സിഗ്മ സ്ക്വയർ എന്താ നോക്കാം. MLE ഫോർ സിഗ്മ സ്ക്വയർ മീൻസ് അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ലോഗലിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു സിഗ്മ സ്ക്വയർ ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു സിഗ്മ സ്ക്വയർ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം ഇസ് എ കോൺസ്റ്റൻറ്റ്. അത് സിഗ്മ സ്ക്വയർ ഇല്ലാത്ത ടേമാണ്. ഇറ്റ് ഇസ് 0. അടുത്ത ടേമിൽ അടുത്ത 2 ടേമുകളിലും സിഗ്മ സ്ക്വയർ ഉണ്ട്. സെക്കൻഡ് ടേമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് n by 2 ഇൻറ്റു ലോഗ് സിഗ്മ സ്ക്വയർ ആണ്. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1 by സിഗ്മ സ്ക്വയർ മൈനസ് ഇവിടെ 1 by 2 സിഗ്മ സ്ക്വയർ എന്നാണുള്ളത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു സിഗ്മ സ്ക്വയർ ആണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം 1 by എക്സിനെയാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് മൈനസ് 2x raised to മൈനസ് 2 ആണ് കിട്ടാൻ പോകുന്നത് അല്ലേ. അപ്പോൾ നമ്മളിവിടെ ചെയ്യുമ്പം 1 by 2 ഇൻറ്റു സിഗ്മ സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് മൈനസ് 2 ഇൻറ്റു സിഗ്മ സ്ക്വയർ റേസ് ടു മൈനസ് 2 ആണ് കിട്ടാൻ പോകുന്നത്. സോറി, സിഗ്മ സ്ക്വയർ റേസ് ടു മൈനസ് 2 അല്ലേ. ആൻഡ് ദ അതർ ടേം ഈസ് സമ്മേഷൻ. അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുക. അവിടെ അതിൽ സിഗ്മ സ്ക്വയർ ഇല്ലാത്ത ടേമാണ് xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഓർ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് n by 2 സിഗ്മ സ്ക്വയർ. ഇവിടെയുള്ളൊരു മൈനസും ക്യാൻസലായിപ്പോയി, 2ഉം 2ഉം ക്യാൻസലായിപ്പോയി, മൈനസും കൂടി പ്ലസ് അല്ലേ. സിഗ്മ റേസ് ടു മൈനസ് 4 എന്നാണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കിതിനെങ്ങനെ എഴുതാം, 1 by സിഗ്മ റേസ് ടു 4 എന്ന് എഴുതാം. ഇൻറ്റു സമ്മേഷൻ I is equal to 1 to n xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ. ഇതാണ് കിട്ടുന്നത്. ആൻഡ് വിൽ പുട്ട് ലോഗൽ ബൈ ഡോ സിഗ്മ സ്ക്വയർ, ഡോ ലോഗൽ ബൈ ഡോ സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. 0ന് ഇക്വേറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് മൈനസ് n by 2 സിഗ്മ സ്ക്വയർ പ്ലസ് 1 by സിഗ്മ റേസ് ടു 4 സമ്മേഷൻ I is equal to 1 to n xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഓർ നമുക്കിങ്ങനെ എഴുതാം, 1 by സിഗ്മ റേസ് ടു 4 സമ്മേഷൻ I is equal to 1 to n xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു n by 2 സിഗ്മ സ്ക്വയർ. ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇവിടെ നിന്നൊരു സിഗ്മ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കിട്ടും, 1 by സിഗ്മ സ്ക്വയർ സമ്മേഷൻ I is equal to 1 to n xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു n എന്ന് കിട്ടും. ഓർ സിഗ്മ സ്ക്വയർ ക്യാൻ ബി റിട്ടൺ ആസ് 1 by n ഇൻറ്റു സമ്മേഷൻ I is equal to 1 to n xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ. അപ്പം മ്യൂവിൻ്റെ വാല്യൂ ഗിവൺ ആണെങ്കിൽ, ഇഫ് മ്യൂ ഇസ് നോൺ, ദ MLE ഫോർ സിഗ്മ സ്ക്വയർ ഇസ് 1 by n സമ്മേഷൻ സമ്മേഷൻ I is equal to 1 to n xi മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ. ഇതെപ്പോഴാണ് MLE എന്ന് പറയുന്നത്? വെൻ മ്യൂ ഈസ് ഗിവൺ. മ്യൂവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് ദ MLE. എന്നാൽ മ്യൂവിൻ്റെ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ, ഇറ്റ്സ് നോട്ട് ഗിവൺ, അപ്പോൾ മ്യൂ അറിയില്ലെങ്കിൽ നമ്മൾ മ്യൂവിൻ്റെ സ്ഥാനത്ത് മ്യൂവിൻ്റെ MLE ആയ എക്സ് ബാർ കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യും. അപ്പോൾ സിഗ്മ സ്ക്വയർ ക്യാപ് ഇസ് 1 by n ഇൻറ്റു സമ്മേഷൻ I is equal to 1 to n xi മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. ഇതാണ് MLE ഫോർ സിഗ്മ സ്ക്വയർ കിട്ടുന്നത്. ആൻഡ് ദിസ് തിങ് ഈസ് ഈക്വൽ ടു സാമ്പിൾ വേരിയൻസ് എസ് സ്ക്വയർ. അപ്പം നമുക്ക് പറയാം, നമുക്ക് കിട്ടിയത് MLE ഫോർ മ്യൂ അല്ലേ. ദാറ്റ് ഇസ് മ്യൂ ക്യാപ് ഇസ് ഈക്വൽ ടു എക്സ് ബാർ എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം എക്സ് ബാർ ഇസ് അൺബയസ്ഡ് ഫോർ മ്യൂ ആണോ എന്ന്. അപ്പം നോർമൽ പോപ്പുലേഷൻ എന്നാണ് സാമ്പിൾ എടുത്തിരിക്കുന്നത്, നമുക്കറിയാം. ദെൻ എക്സ് ബാർ വിൽ ഫോളോ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ മ്യൂ ആൻഡ് സിഗ്മ ബൈ റൂട്ട്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ എന്നെടുത്താൽ നമുക്ക് മ്യൂ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് പറയാം എക്സ് ബാർ ഇസ് ആൻ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ മ്യൂ. അപ്പോൾ MLE ആയി കിട്ടിയിരിക്കുന്ന എക്സ് ബാർ ഒരു അൺബയസ്ഡ് എസ്റ്റിമേറ്ററാണ്.
ഇനി നമുക്ക് സിഗ്മ സ്ക്വയറിൻ്റെ എം എൽ ഇ നോക്കാം. അപ്പോൾ എം എൽ ഇ ഫോർ സിഗ്മ സ്ക്വയർ നമ്മൾ നോക്കുന്നു. ഒരു സിഗ്മ സ്ക്വയർ ക്യാപ്പ് ഞാനിവിടെ എടുക്കുന്നത് മ്യൂ അൺനോൺ ആയിട്ടുള്ള കേസുള്ള കാര്യം എടുക്കുമ്പോൾ സിഗ്മ സ്ക്വയർ ക്യാപ്പ് നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? സാമ്പിൾ വേരിയൻസ് എസ് സ്ക്വയർ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയണം എസ് സ്ക്വയർ അൺബയസ്ഡ് ആണോ എന്ന് അല്ലേ. അപ്പോൾ എസ് സ്ക്വയറിൻ്റെ മീൻ എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു n-1/n ഇൻറ്റു സിഗ്മ സ്ക്വയർ ആണ്. ദറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ ഈസ് നോട്ട് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ. ദാറ്റ് മീൻസ് എസ് സ്ക്വയർ ഈസ് not unbiased, not an unbiased estimator for sigma square. അതായത് എം എൽ ഈസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് എം എൽ ഈസ് ഷുഡ് നോട്ട് ബി നെസസറിലി അൺബയസ്ഡ് എന്നാണ്. അൺബയസ്ഡ് ആവണം എന്നില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ അൺബയസ്ഡ് ആവാം. പി കേസിൽ അൺബയസ്ഡ് ആയി, മ്യൂവിൻ്റെ കേസിൽ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. പക്ഷേ സിഗ്മ സ്ക്വയറിൻ്റെ കേസിൽ നമുക്ക് എം എൽ ഇ എന്താണ്? അൺബയസ്ഡ് അല്ല വെൻ മ്യൂ ഈസ് നോട്ട് ഗിവൺ. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ കൈ സ്ക്വയർ ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. പിന്നെ ആദ്യം ആ പാട്ട് നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ ഇതിന് ശേഷം നോക്കാം. അപ്പം കൈ സ്ക്വയർ ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്താ നോക്കാം. ഹിയർ വി ആർ ടെസ്റ്റിംഗ് വെദർ ദർ ഈസ് എനി ഡിഫറൻസ് ബിറ്റ്വീൻ ദ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ്, ദറ്റ് ഈസ് തിയററ്റിക്കൽ ഫ്രീക്വൻസീസ്, ആൻഡ് ദ ഫ്രീക്വൻസീസ് ഒബ്റ്റെയിൻ ആഫ്റ്റർ കണ്ടക്ടിങ് ദ എക്സ്പെരിമെൻറ്റ്, ദറ്റ് ഈസ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ്. അപ്പോൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് ആർ represented by EIs and observed frequencies are represented by OIs. We assume that all the observations are independent or that is uncorrelated random variables. Here we have to test H0. There is a goodness of fit between observed and expected frequencies. Against H1 there is no goodness of fit between the observed and expected frequencies. Fix the level of significance alpha. The test statistic is given by chi-square is equal to summation I is equal to 1 to n OI minus EI the whole square divided by EI. This follows a chi-square distribution with n minus 1 degrees of freedom. The best critical region BCR is given by chi-square greater than chi-square alpha, where chi-square alpha is obtained by referring the chi-square tables for n-1 degrees of freedom and level of significance alpha. അപ്പോൾ ഇതാണ് നമ്മൾ ഗുഡ്നെസ് ഓഫ് ഫിറ്റിനുള്ള മെത്തേഡ്. നമുക്ക് അതിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. The theory predicts that the proportion of beans in the four groups A, B, C and D should be 9:3:3:1. In an experiment among 1,600 beans, the members in the four groups were 882, 313, 287 and 118. Does the experimental result support the theory at 5% level of significance? അപ്പോൾ ഇതാണ് നമുക്ക് ഉള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ നൾ ഹൈപ്പോത്തസിസ് എഴുതാം. നൾ ഹൈപ്പോത്തസിസ്, ഹിയർ വി ഹാവ് ടു ടെസ്റ്റ് H0. There is goodness of fit between theory and experiment. അത് നമുക്ക് എടുക്കാം. ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ഉണ്ട് എന്നാണ് എടുക്കാൻ പോകുന്നത്. There is goodness of fit against H1. There is no goodness of fit. No goodness of fit. തിയറിയും ഒബ്സർവേഷനും മാച്ച് ആവുന്നില്ല എന്നാണ് നമ്മൾ ഓൾട്ടർനേറ്റീവായിട്ട് എടുക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം നള്ളും ഹൈപ്പോത്തസിസും എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആൽഫ ഫിക്സ് ചെയ്യലാണ്. ആൽഫ 5% എന്ന് തന്നിട്ടുണ്ട്. ഫിക്സ് ആൽഫ ഇസ് ഈക്വൽ ടു 5%. ദെൻ നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എഴുതുന്നു. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഇസ് കൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു summation I is equal to 1 to n OI minus EI the whole square divided by EI. This will follow a chi-square distribution with n minus 1 degrees of freedom. അപ്പോൾ നമുക്കിവിടെ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും കണ്ടുപിടിച്ചിട്ട് കൈ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യലാണ് വേണ്ടത്. ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന 882, 313, 287 and 180 ഇതാണ് OIകൾ, ഒബ്സർവ്ഡ് ഫ്രീക്വൻസി. ഇത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്താണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം.
അല്ലേ? അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു ടേബിൾ വരച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ആദ്യം ഒബ്സേർവ്ഡ് ഫ്രീക്വൻസീസ് OIs എഴുതുന്നു, വിച്ച് ആർ ഗിവൺ ആസ് 882, 313, 287 ആൻഡ് 180. ഇതാണ് OIs. ഇനി നമ്മൾ EI കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലേ? EIകളാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. EI കാൽക്കുലേറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് തന്നിരിക്കുന്നത് 1600 ബീൻസ് ഉണ്ട്, അല്ലേ? അതിൽ 9:3:3:1 എന്നുള്ള രീതിയിലാണ്, ആ റേഷ്യോയിലാണ് അവരെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, A, B, C ആൻഡ് D, അല്ലേ? അപ്പോൾ എയുടെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്താണെന്ന് വിചാരിച്ചാൽ 1600 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ടോട്ടൽ 9 + 3 + 3 + 1 വിച്ച് ഇസ് 60. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ എഴുതുന്നത് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഈസ് 1600 ഇൻറ്റു 9/16 എന്നാണ്. ആൻഡ് ദ ആൻസർ ഇസ് 900. അതുമാതിരി 313 വരുന്ന പ്രപ്പോർഷൻ 3 ആണ്, അല്ലേ? അപ്പോൾ അത് 1600 ഇൻറ്റു 3/16 ചെയ്യണം, വിച്ച് ഈസ് 300. ദെൻ അടുത്തത് 1600 ഇൻറ്റു അടുത്ത റേഷ്യോവും 3 ആണ് വരുന്നത്. അപ്പോൾ 3/16 തന്നെ, വിച്ച് ഈസ് ഈക്വൽ ടു 300. അടുത്തത് വരുന്നത് 1 ആണ്. ദറ്റ് ഈസ് 1600 ഇൻറ്റു 1/16, ദാറ്റ് ഈസ് ഈക്വൽ ടു 100. അപ്പോൾ നമ്മളെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് വരുന്നത് 900, 300, 300 ആൻഡ് 100, അല്ലേ? ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് OI മൈനസ് EI ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ EI. ഈ കാൽക്കുലേഷനാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം 882 മൈനസ് 900, ഇങ്ങനെ 882 മൈനസ് 900 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 900. ഇത്തരത്തിലുള്ള കാൽക്കുലേഷനാണ് ചെയ്യേണ്ടത്. ആൻഡ് ദ വാല്യൂ ഈസ് ഈക്വൽ ടു 0.36. ഇനി അടുത്തത് ഇതേപോലെ 313 OI മൈനസ് 300 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 300. 313 മൈനസ് 300 ദ ഹോൾ സ്ക്വയർ, OI മൈനസ് EI ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 300 എന്ന് ചെയ്യുന്നു. ദ ആൻസർ ഈസ് 0.56. അടുത്തത് അതേമാതിരി ചെയ്യുമ്പോൾ 0.287 മൈനസ് 300 ദ ഹോൾ സ്ക്വയർ ബൈ 300, അതും 0.56 കിട്ടുന്നു. ലാസ്റ്റ് വൺ 118 മൈനസ് 100 ദ ഹോൾ സ്ക്വയർ ബൈ 100 ചെയ്യുമ്പോൾ 3.24 എന്നും കിട്ടുന്നു. ഇവരുടെ സമ്മാണ് നമ്മളുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. സമ്മ് കാണുമ്പോൾ സമ്മേഷൻ I is equal to 1 to n OI മൈനസ് EI ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ EI എന്ന് EI ചെയ്തപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ ഈസ് 4.72. ദിസ് ഇസ് അവർ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് നമുക്ക് chi² കിട്ടിക്കഴിഞ്ഞു. ദറ്റ് ഈസ് 4.72 എന്നാണ് നമ്മളെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കിട്ടിക്കഴിഞ്ഞത്. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജൻ ആണ്. ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജൻ എന്ന് പറഞ്ഞാൽ chi² ഗ്രേറ്റർ ദാൻ chi² ആൽഫ എന്നാണ് എടുക്കേണ്ടത്. ഈ chi² ആൽഫ ഇസ് എ ടേബിൾ വാല്യൂ. ഈ chi² ആൽഫ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആൻഡ് ആൽഫ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. അതായത് ആൽഫ ഇവിടെ നമ്മൾ 0.05 ആണ് എടുത്തിരിക്കുന്നത്. n-1 എന്ന് പറഞ്ഞാൽ ഇവിടെ 4 സെറ്റ് അല്ലേ ഉള്ളത്, അപ്പോൾ n എന്ന് പറഞ്ഞാൽ 4 ആണ്. ദ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലും 0.05ലും നമ്മൾ chi² ടേബിളിൽ നോക്കിയാൽ കിട്ടുന്ന വാല്യൂ ആണ് നമ്മൾ chi² ആൽഫ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ chi² ടേബിളിൽ നോക്കാം. chi² ടേബിളിൽ നമ്മൾ നോക്കേണ്ടത് ആൽഫ ഇസ് ഈക്വൽ ടു 0.05ലും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3ലും നോക്കുമ്പം നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ 7.8147. But table value is 7.8147. ഇതാണ് നമ്മളെ ടേബിൾ വാല്യൂ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന chi² വാല്യൂ ഇസ് 4.72, which is clearly less than 7.8147. അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? chi² വാല്യൂ, കാൽക്കുലേറ്റഡ് വാല്യൂ ഇസ് ലെസ് ദാൻ ദ ടേബിൾ വാല്യൂ. Therefore we will accept H0. H0 ആക്സെപ്റ്റ് ചെയ്യണു. ദാറ്റ് ഈസ് ദർ ഇസ് ഗുഡ്നെസ് ഓഫ് ഇറ്റ് ബിറ്റ്വീൻ
calculated value, observed values and the expected values.